കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട മാധ്യമപ്രവർത്തകന് നാടിന്റെ അന്ത്യാഞ്ജലി. ദേശാഭിമാനി കണ്ണൂർ ബ്യൂറോ ലേഖകൻ രാകേഷ് കായലൂരാണ് അപകടത്തിൽ മരിച്ചത്. ഞായറാഴ്ച രാത്രി 10ഓടെ മട്ടന്നൂർ ഇരിട്ടി റോഡിൽ ഹൈപ്പർ മാർക്കറ്റിന് മുന്നിലുണ്ടായിരുന്ന അപകടത്തിലാണ് രാകേഷ് മരിച്ചത്. കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി റോഡിന് കുറുകെ കടക്കാൻ ശ്രമിക്കുമ്പോൾ ലോറിയിടിച്ച് തെറിച്ചു വീഴുകയായിരുന്നു. ഉടൻ മട്ടന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകി കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചുവെങ്കിലും ഇന്നലെ രാത്രിയോടെ മരണപ്പെടുകയായിരുന്നു. മൃതദേഹം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് ഉച്ചയോടെ കണ്ണൂർ ദേശാഭിമാനി ഓഫീസിലും മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തും പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് കായലൂരിലെ വായനശാല പരിസരത്തും വീട്ടിലും പൊതുദർശനത്തിന് വെച്ച ശേഷം വൈകുന്നേരത്തോടെ മട്ടന്നൂർ നഗരസഭയുടെ പൊറോറ നിദ്രാലയത്തിൽ സംസ്കരിച്ചു. EP ജയരാജൻ മന്ത്രിയായിരിക്കെ പേഴ്സണൽ സ്റ്റാഫായി ജോലി ചെയ്തിരുന്നു. മട്ടന്നൂരിൽ രാഷ്ട്രദീപിക, ദേശാഭിമാനി പത്രങ്ങളിൽ ലേഖകനായും വക്കീൽ ക്ലാർക്കായും പ്രവർത്തിച്ചു. മട്ടന്നൂർ പ്രസ് ഫോറം സ്ഥാപക അംഗവും പ്രസിഡന്റുമായിരുന്നു. കേരള പത്രപ്രവർത്തക യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. പൊതുദർശനത്തിന് വച്ചപ്പോൾ നാടിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് ആളുകളാണ് രാകേഷിനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത്. വിജിൽ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രത്നകുമാരി, രാജീവ് എളയാവൂർ, CV ശശീന്ദ്രൻ, P പുരുഷോത്തമൻ, പനോളി വത്സൻ തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിച്ചു. ജില്ലയിലെ ഏറ്റവും മികച്ച സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ കേരള കോളേജ് വിജയകരമായ 33ാം വർഷത്തിലേക്ക് UGC അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. കേരള കോളേജ്, പുതിയ ബസ് സ്റ്റാൻഡ്, ഇരിട്ടി.